നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ എന്റെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചാ പിന്നെ ഞാൻ എങ്ങനെ ഖത്തറിൽ പോകും? എയർപോർട്ട് വരെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഖത്തറിലെ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. സോറി ഗിരി, ഞാൻ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമെന്ന് എനിക്കറിയാം. ഇന്നത്തെ ദിവസം ഗിരി ഇവിടെ എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അതാ അങ്ങനെ ഒരു കടങ്ക് ചെയ്തത്. പിന്നെ അച്ഛമ്മയുടെയും കൂടെ ആഗ്രഹമല്ലേ. മതി വിശദീകരിച്ചത്. നിന്റെ മാനസികാവസ്ഥ എന്താണെന്നേ എനിക്കിപ്പോ മനസ്സിലായി. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു രഹസ്യം കൂടി പറയാം. അതെ, ഗിരിയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ എന്റെ അടുത്ത് പറഞ്ഞ അച്ഛമ്മയാ. രണ്ടുപേരും കൂടെ എനിക്ക് പണി തന്നല്ലേ. ഹലോ, നീ എന്താടി പകൽക്കിനാവാണോ? അപ്പൊ ഗിരി ഖത്തറിലേക്ക് വിമാനം കയറിപ്പോയി ഗിരി എങ്ങനെയാടി ഇവിടെ കാണുന്നേ? അതെ, അമ്പലത്തിലേക്ക് പോകാൻ എല്ലാരും ഇറങ്ങി നിക്ക. എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ ചെല്ല്, ഞാൻ വരാം. ഗിരി വരും, എനിക്കറിയാം. എന്റെ രാജകുമാരിമാര് വന്നല്ലോ. ഇനി എന്താ അടുത്ത ചടങ്ങ്? തിരുമേനി പറയണം. മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ നടത്തിയ പൂജകൾക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഓ, അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് പടച്ചോറ് വാങ്ങിക്കഴിച്ച് തിങ്കളാഴ്ച വ്രതം മുറിക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ഓ, അവളുടെ നിൽപ്പ് കണ്ടോ? ഇനി ഒരു കാലത്ത് ഇവിടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ആജീവനാന്തം ഭർത്താവിന്റെ സാമീപ്യം ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇവിടെ വിധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീണ്ടും വിളിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ പറയുക? തൽക്കാലം ഒരു മെസ്സേജ് അയക്കാം. ഇത് തന്നെ ആന്റിയോട് പ്രീതിയുടെ കാര്യം പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം. എന്താ ചെയ്യ? ആന്റി, മെസ്സേജ് ആണല്ലോ.
പ്രീതിയുടെ മെസ്സേജ് ആണല്ലോ. ആ, എന്റെ കണ്ണാടി. രാഘവട്ട, ഇതെന്താ അയച്ചിരിക്കുന്നത് നോക്കി. വ്രതത്തിലാണ്, സംസാരിക്കാൻ പാടില്ല. വ്രതം കഴിഞ്ഞ ഉടനെ അമ്മയെ ഞാൻ വിളിച്ചോളാം. ഓ, ഓക്കെ. എന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞാ മതി. ഇത്തവണ ശാലിനി രക്ഷപ്പെട്ടല്ലോ. ആ, എത്ര നേരത്തേക്കെന്ന് കാണാം. എടാ, ഇനി നമ്മുടെ രോഹിത്തിന്റെ കാര്യത്തിനോട് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. സോറി പ്രീതി. സത്യാമ്മയെ സമാധാനിപ്പിക്കാൻ ഇതേ വഴിയുള്ളൂ. അതും എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല, എത്ര മണിക്കൂറുകളാണെന്നും അറിയില്ല. പോകുന്നവരെ അങ്ങ് പോട്ടെ, അല്ലേ? മൂക്കോളം മുങ്ങിയ പിന്നെന്താ അല്ലേ? പ്രീതിയുടെ കാര്യം ആന്റി ഒന്ന് അറിയിക്കണമല്ലോ. ഇപ്പൊ ആന്റിക്ക് ശാലിനിയോടൊരു നീരസമുണ്ട്. ഇക്കാര്യം കൂടി അറിഞ്ഞ ഭാമാന്റി ശാലിനിയുടെ ആജന്മ ശത്രു ആയിക്കൊള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഭഗവാനോട് മനസ്സാ മാപ്പ് പറഞ്ഞോളൂ. ഭഗവാനെ, ഈ യന്ത്രം സിദ്ധം പറഞ്ഞതുപോലെ യഥാസമയം പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനായില്ല. കർമ്മദോഷം പുറത്ത് ഈ യന്ത്രം സ്വീകരിച്ച് അനുഗ്രഹിക്കണേ. എന്റെ പ്രീതിക്ക് ആപത്തൊന്നും വരുത്തല്ലേ. ഇവരുടെ മോള് ചാവാൻ കാത്ത് ആശുപത്രിയിൽ ഊർദ്ധം വലിച്ചു കിടക്കാന്നങ്ങ് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അതെന്താ നേരത്തെ പറയാത്തെന്ന് ചോദിച്ച് ഈ തല എന്റെ തലയിൽ തീ കോരിയിടും. പൊട്ടുമ്പോ അതൊരു വലിയ ബോംബായിട്ട് തന്നെ പൊട്ടട്ടെ. മോളെ, യന്ത്രം ഇങ്ങതാ. സമാപ്തം. മോളെ, നമുക്ക് അവിടെ നിന്ന് തൊഴുതിട്ട് പോ. ആ, ശരി ആന്റി.
ജലപാനമില്ലാതെയുള്ള തപസ്, മൗനവ്രതം, ഇതൊക്കെ എത്ര നേരം തുടരുന്ന അമ്മ? പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ അവളെ നോക്കാൻ അവിടെ ഡോക്ടർമാരുണ്ട്. അമ്മ ഇവിടെ അമ്പലത്തിൽ വന്ന് കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഷെടാ, ഇത് വലിയ പാടായല്ലോ. മറ്റുള്ളവരെയും കൂടി മെനക്കെടുത്താനായിട്ട്. എന്റെ അമ്മ, എന്താ ഇത്? വസുമതി, അമ്മേ, ഇതെന്ത് വിഡ്ഢിവേഷാണോ എന്തോ. അമ്മേ, കരിങ്കോഴി ഇറക്കുകയും എല്ലാ നടയും തുറന്നുള്ള പൂജയൊക്കെ അമ്മ ചെയ്തില്ലേ? അതുവഴി പ്രീതിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും. പ്രീതിക്ക് ഇനി മൗനവ്രതത്തിൽ ജലപാനമില്ലാത്ത തപസ് കൂടി വേണ്ട. അമ്മേ, പ്രീതിക്കോ? ഇതൊരു അവസരമാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണത്തിന് മുമ്പേ എല്ലാം അറിഞ്ഞിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാം തുറന്നു പറഞ്ഞ് നീ അച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചതാ. പക്ഷേ ഒന്നും അറിയാതെ അണിഞ്ഞൊരുങ്ങി വിവാഹ പന്തലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ അച്ചുവിനെ കണ്ടപ്പോ, അവളുടെ ആ സന്തോഷം കണ്ടപ്പോ എന്റെ മനസ്സിടറിപ്പോയി. ജീവിതത്തിൽ അവളുടെ മുഖം ഒന്ന് വാടിക്കാണാൻ ആഗ്രഹിക്കാത്ത എനിക്ക് ആ നിമിഷം നിന്റെ വഞ്ചനയെ കുറിച്ച് പറയാൻ മനസ്സ് വന്നില്ല. 2 കുടുംബങ്ങൾ തകരണ്ടെന്ന് ഞാൻ കരുതി. നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഒരു തരി പോലും നീ മാറിയിട്ടില്ല. കല്യാണത്തിന്റെ അന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴും നീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനുപേട്ട, എന്നെ നിങ്ങളെന്താ ഒന്നും മനസ്സിലാക്കാത്തത്? അനുപേട്ട, ഇതിൽ കൂടുതൽ നിന്നെ എന്ത് മനസ്സിലാക്കാനാടാ? മാം, ഇതില് MD സൈൻ ചെയ്യാനുണ്ട്. ഞാൻ സച്ചിയുടെ ക്യാബിനിലേക്കാ പോന്നെ. ഞാൻ ഒപ്പിടിച്ചോളാം. ഓക്കെ മാം. അച്ചു നിന്റെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നെന്ന് അവള് പറയാതെ തന്നെ എനിക്കറിയാം. അവളായിട്ടൊന്നും പറയില്ല. എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കാനേ അവൾക്കറിയൂ. എല്ലാം ഉള്ളിലൊതുക്കി നിന്നെ നല്ലവനാക്കും. എനിക്കിപ്പോ സത്യത്തിൽ പേടിയോ നിന്നെ? എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ. എന്ത് ധൈര്യത്തിലാ അവളെ ഞാൻ നിന്റെ കൂടെ നിർത്തുന്നേ? അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? സച്ചി, ഗ്യാരണ്ടി ഒക്കെ നമുക്ക് പറയാൻ കഴിയുമോ അനുപേട്ട? ഗ്യാരണ്ടിയോ? എന്തിന്റെ? അല്ലടത്തി, അനുപേട്ടന്റെ ഓഫീസിലെ ഒരു സുഹൃത്ത് ഒരു ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളത് സംസാരിക്കായിരുന്നു. നമുക്ക് വർക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ. അതാണല്ലോ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ വിശ്വാസ്യത. പിന്നെ അനൂപിന്റെ കെയർ ഓഫിലാവുമ്പോ കുറച്ചധികം കെയർ കൊടുക്കാം, അല്ലേ സച്ചി? പിന്നെ ഉറപ്പായി. ഗുഡ്. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖം. സച്ചി, ഈ ഫയലൊന്ന് അർജന്റായിട്ട് നോക്കി വെക്കണം. അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനാ. അനൂപിന് കുടിക്കാൻ എന്തെങ്കിലും പറയണ്ടേ സച്ചി? സോറി അനുപേട്ട, നമ്മുടെ സംസാരത്തിനിടെ അത് മറന്നുപോയി. ഞാനിപ്പോ വിളിച്ചോറേ. വേണ്ട, ഇനിയും കുടിക്കാലോ. അപ്പോ ഞാൻ ഇറങ്ങുന്നു. എല്ലാരെയും കൂട്ടി ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം. ഉണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്.
സംസാരിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോള് സ്നേഹിക്കുന്നതേ അവളുടെ മുറച്ചെറുക്കനെയാ. അവൻ അവൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുക. നീ ഇല്ലാന്ന് കരുതി എത്ര കാലം ശ്രീകുട്ടി സഞ്ജുനെ വേണ്ടാന്ന് വെക്കും. അവളെ സ്വീകരിക്കാൻ വരുന്നത് അന്യനായൊരു പയ്യനാണെങ്കിൽ ഞാൻ പേടിച്ചു നിൽക്കും. അവളങ്ങനെ പെറ്റമ്മയെ തളർത്തിയിട്ടും കാഞ്ചന കുലുങ്ങാത്തതേ എന്റെ മോൾക്ക് കൂട്ടായി എന്നും സഞ്ജു ഉണ്ടാവുമെന്ന് കരുതി തന്നെയേ. ഡീ, ഈ കാഞ്ചനയുടെ അടുത്ത് നിന്റെ പരിപ്പ് വേവത്തില്ലടി. എന്റെ മോൾക്കൊരു ജീവിതം ദാനം ചെയ്യാൻ നീ ആരാടി? എന്ത് കണ്ടിട്ടാടി നിനക്ക് ഈ നെകളിപ്പ്? നിന്നെ ഈ ഭൂമിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച പിന്നെ നീ ഉണ്ടാവില്ലടി. എന്തുകൊണ്ടാ ഞാനത് ചെയ്യാത്തെന്ന് വെച്ച എനിക്ക് നീയേ ഒരു പുഴു മാത്രമാണടി. എന്റെ കാൽ കീഴിലെ നീ ഞെരിഞ്ഞമർന്നാൽ പോലും ദീ ആരും അതറിയില്ല. ഇത്രയും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്? ദീ എന്നോട് ശബ്ദിച്ചു തുടങ്ങിയോ നീ? ചേച്ചിയുടെ അമ്മയാണെന്നുള്ള ബഹുമാനം കൊണ്ടാ ഇന്ന് വരെ എതിർത്തൊരു വാക്ക് ഞാൻ പറയാതിരുന്നത്. അതല്ലാതെ നിങ്ങളെ ഒന്നും പേടിച്ചിട്ടാണെന്ന് തോന്നല്ല. വലിയ ഇവൾക്ക് വന്ന മാറ്റം കണ്ടോ? എന്നാലേ നീ ഒന്ന് ശബ്ദിച്ചു നോക്ക്. എന്റെ വേദന കണ്ട് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ദുർഗയായിട്ടുള്ള കഥ. നിന്നെ കാൽക്കലിട്ട് ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ദുർഗയായിട്ട് അവതരിക്കണമെന്ന്. ജീവിതത്തിൽ ഞാൻ അങ്ങനെ നിന്ന നിമിഷങ്ങളും ഉണ്ട്. ചേച്ചിയുടെ അമ്മ പറഞ്ഞില്ലേ, ഒരു പുഴുവിനെ പോലെ തീർത്തു കളയാൻ മാത്രമേ ഞാൻ ഉള്ളൂ എന്ന്. ചേച്ചിയുടെ അമ്മ അതിന് ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷേ പലവട്ടം അതിന് ശ്രമിച്ചവരോട് ചേച്ചിയുടെ അമ്മ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും. എന്റെ അമ്മ പെരുവണ്ണാപുരത്ത് അമ്മയാ. വീഴുന്ന കുഞ്ഞിനെ ഒരമ്മ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ ഏത് കുഴിയിലേക്കുള്ള വീഴ്ചയിലും എന്നെ താങ്ങാൻ എന്റെ അമ്മയുടെ കരങ്ങളുണ്ടാവും. ഞാൻ എങ്ങനെ തിരിച്ചു വന്നു എന്നതിന് ഇപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഞാൻ ഇല്ലാതാവണമെങ്കിൽ ദൈവം എന്നിൽ അർപ്പിച്ച കർമ്മം കഴിയണം. എന്റെ ജീവന് വേണ്ടി കൊതിക്കുന്നവര് അത്രയും കാലം കാത്തിരുന്നേ പറ്റൂ. അവൾ എന്താടി പറഞ്ഞത്? അവക്ക് എന്തൊക്കെയോ മനസ്സിലായിന്നല്ലേ? അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കില്ല. കാരണം അവൾക്കെതിരെ നിൽക്കുന്നത് കവിതയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചായ. രാജുവിടെ? രാജുവിനെ രാവിലെ കണ്ടില്ല. നീ അകത്തേക്ക് വാ. ചായ. നീ മടങ്ങി വന്നതോടെ ഈ വീട് പഴയ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നുവെന്നാ എല്ലാവരും പറയുന്ന. നിനക്കത് ബോധ്യമായില്ലേ? ആരെയും വേദനിപ്പിക്കാതെ നിനക്കിവിടുന്ന് പോകാനൊരു സമയം വരും.
അതുവരെ നീയും ഞാനും കാത്തിരുന്നേ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയ സത്യമായി പറയുന്ന നിങ്ങളുടെയും ചേച്ചിയുടെയും വിവാഹമാണ് ഞാൻ കാണുന്ന ആ സമയം. ഇനിയും വൈകാതെ നിങ്ങൾ അതിന് തയ്യാറാവണം. ഇത് പുറത്തു നടേണ്ട ചെടിയല്ലേ? ഇതെന്തിനാ ഇവിടെ വെച്ചേ? ഈ ചെടിക്ക് ഒരു കഥയുണ്ട്. നിന്നെ തിരഞ്ഞെടുക്കുന്നതിനിടയില് അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു അഡ്വക്കേറ്റിനെ കാണാനിടയായി. പിടിച്ച പിടിയാലെ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസാരം കഴിഞ്ഞിറങ്ങാൻ നേരം അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതാ ഈ ചെടി. ആ മാനസികാവസ്ഥയില് ഞാനിത് കൂടെ കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഹൈറേഞ്ചിൽ കുറച്ച് തോട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് എന്റെ അച്ഛൻ വക്കീലിന് സമ്മാനിച്ച ചെടിയാണത്രേ ഇത്. ഇപ്പോഴും വക്കീലിന്റെയും മക്കളുടെയും വീട്ടില് ഈ ചെടി വളരുന്നുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്ക് അച്ഛനെ അടുത്തറിയുന്ന ഒരാൾ സമ്മാനിച്ചത്. ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. കൂടെ കൊണ്ടുപോന്നു. ഇത് വാടിപ്പോയല്ലോ. ഇവിടെ കൊണ്ടുവച്ചിന്റെ അന്ന് രാത്രിയില്ല അമ്മയുടെ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സത്യത്തിൽ ഇത് ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സ്വാതിയും പലതവണ ഇവിടെ വന്നത്, അവളും ശ്രദ്ധിച്ചില്ല. ഞാനിത് ടെറസിൽ കൊണ്ടുപോയി നട്ടോട്ടെ. അവിടെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുണ്ട്. നീ വരാൻ വേണ്ടിയാവും ഈ ചെടിയൂടെ കാത്തിരുന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഉണങ്ങിപ്പോവായിരുന്നു. കൊണ്ടുപോയി നട്ടുള്ളൂ. അച്ഛന്റെ ഓർമ്മയ്ക്കായി എനിക്കും കാണാലോ. നിന്റെ കൈകൊണ്ട് നട്ടാ വേഗം പൂവിടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വലിയ ലൈറ്റ് താനെ വീണതൊന്നുമല്ല. പിന്നെ പൊട്ടി വീഴണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാ അതവിടെ കെട്ടിയത്. ആര്? സ്വാമിജിക്ക് അറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല പാർവതി. മറ്റുള്ളവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാ തുറന്നു പറയാൻ സ്വാമിജി നിന്നെ നിർബന്ധിക്കുന്നത്. അതാരാണെന്ന് എനിക്കറിയണം. എനിക്കും അറിയണം. നിന്റെ വായിലെന്താ കൊഴക്കട്ടയാണോ? നീ എന്റെയും പ്രതാപന്റെയും പേര് പറയുന്നത് കേൾക്കാനാ ഇവിടെ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നത്. എനിക്കും പ്രതാപനും അതിൽ പങ്കില്ല എന്നുള്ള കാര്യം സ്വാമിജിക്ക് നന്നായിട്ടറിയാം. അത് ചെയ്തതാരാണെന്ന് എനിക്കും അറിയണം. നീ തുറന്നു പറയ. നിർബന്ധിക്കണ്ട ചേച്ചി. ഇവള് വായി തോന്നുന്ന പേര് പറയും. കയറിന്റെ ബലക്ഷയം കൊണ്ടാണ് ഷാൻലിയാർ പൊട്ടിവീണെന്ന് ആർക്കാ അറിയാത്തെ? പറയ് പാർവതി, ആരാ അപകടത്തിന്റെ പിന്നില്? അത് പ്രതാപൻ സാർ തന്നെ. ഞാനല്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം ഈ പറയുന്നത്. ഈ പെരുങ്കള്ളിയെ ഞാനിന്ന് കൊല്ലും. അങ്കിളിന് അതിൽ പങ്കില്ലെങ്കിലേ അങ്കിൾ അത് തെളിയിക്കാൻ വേണ്ടത്. അല്ലാതെ പാർവതിയുടെ മെക്കിട്ട് കയറല്ല ചെയ്യേണ്ടത്. നീ എന്തിനാ ഇതിലിടപെടുന്നേ? ഞാൻ ഇടപെടും. സത്യം പറയുന്നവരെ തല്ലി ഒതുക്കിയാലൊന്നും അങ്കിളിന് രക്ഷയില്ല.
കാരണം ഈ നിൽക്കുന്നവരാരും മണ്ടന്മാരല്ല. സ്വാമിജി, സത്യമായിട്ട് എനിക്കിതിൽ പങ്കില്ല. ബലമില്ലാത്ത കയറുപയോഗിച്ചുകൊണ്ടാ ചാനലിയർ പൊട്ടി വീണത്. പണിക്കാർക്ക് ആ കയറ് വാങ്ങിക്കൊടുത്തത് പ്രതാപൻ തന്നെയല്ലേ? ഞാൻ ബലമില്ലാത്ത കയറാണെന്ന് പ്രതാപൻ അറിയില്ലായിരുന്നു. അത് ഞാൻ ആ അങ്കിള് ബബ്ബ അടിക്കുന്ന കണ്ടില്ലേ? പാർവതി പറഞ്ഞത് സത്യം തന്നെയാ. ഷാൻലിയർ വീഴാൻ കാരണം അങ്കിള് തന്നെയാ. ഓ, അത്രയ്ക്ക് ഉറപ്പാണെങ്കിലേ എല്ലാരും കൂടെ എന്നെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നേക്ക്. മാറാങ്ങോട്ട്. കണ്ടില്ലേ സ്വാമിജി, ഇതൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നറിയാതെ ഞാനും അമ്മയും രാധികയും ഒക്കെ ഈ വീട്ടിൽ കഴിയുക. ഇവിടെ നടക്കുന്ന ഉള്ളുകളിലൊക്കെ ചെകയാൻ നിന്നാൽ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധാരണക്കാരന്റെ കാഴ്ചയ്ക്കും കേൾവിക്കും അപ്പുറത്തുള്ളത് കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു അപൂർവ സിദ്ധി അതവൾക്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ലേ ചേച്ചി. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എവിടെയോ ഇരുന്നുണ്ട് പാർവതി കൃത്യമായിട്ട് അറിയുന്നു. അത് സിക്സ് സെൻസ് അല്ലെങ്കിൽ വേറെന്താ? നീ പറയുന്നത് ഞാൻ തള്ളിക്കളയുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു സിദ്ധി ഉണ്ടെങ്കിൽ നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൾ അതെല്ലാം തടയും. വിശാലിനെ ഇല്ലാതാക്കാനുള്ള അടുത്ത നീക്കം നടത്തുന്നതിന് മുൻപ് അവൾക്ക് നീ പറഞ്ഞ ആ കഴിവുണ്ടോന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനൊരു വഴിയുണ്ട് ചേച്ചി. എന്ത് വഴി? അവള് ദേവി പൂജ നടത്താൻ പോവല്ലേ? പൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കണം. അത് മുൻകൂട്ടി കാണാനും പരിഹരിക്കാനും അവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവൾക്ക് സിക്സ് സെൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഒരു കഴിവ് അവൾക്കുണ്ടെങ്കിൽ വിശാലിനെ കൊല്ലുന്നതിന് മുമ്പ് നമുക്കാദ്യം പാർവതിയെ കൊല്ലണം. ഞാനൊരു കാര്യം ചോദിച്ചാ സാർ സത്യം പറയോ? ഞാൻ കള്ളം മാത്രം പറയുന്ന ആളാണെന്ന് നിനക്ക് തോന്നിയോ? അയ്യോ അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാ ഇഷ്ടപ്പെടാറില്ലല്ലോ. ചാടിക്കടിക്കാറല്ലേ പതിവ്. നിനക്കിപ്പോഴേ എന്താ അറിയേണ്ടത്? ആഘോഷം നടക്കുന്നിടത്തേക്ക് സാറ് പോവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അത് കേൾക്കണമായിരുന്നു എന്ന് സാറിന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഈ വളച്ചു കെട്ടാതെ കാര്യം പറയുന്നത് എനിക്കിഷ്ടം. ആ വലിയ ലൈറ്റ് പൊട്ടി വീണത് കയറിന്റെ വിലക്കുറവ് കാരണമാണെന്നല്ലേ വിശാൽ സാർ വിശ്വസിച്ചിരിക്കുന്നത്? വിശ്വാസമല്ല, അതാ സത്യം. ആ ലൈറ്റ് വിശാൽ സാറിന്റെ നേർക്ക് തന്നെ പൊട്ടി വീണത് എന്തുകൊണ്ടാ? അതിന്റെ താഴെ ഞാനിരുന്നുണ്ട്. അത് വിശാൽ സാർ പറഞ്ഞത് സത്യ. സാറ് അതിന്റെ താഴെ ഇരുന്നതുകൊണ്ടാ അത് സാറിന്റെ നേർക്ക് പൊട്ടി വീണത്. സാറ് വായിച്ച ആ സംഗീത ഉപകരണം ഇല്ലേ? പിയാനോ. അത് തന്നെ. അത് ആ വലിയ ലൈറ്റിന്റെ താഴെ വെച്ചത് എന്തിനാ? ഈ വീട്ടില് വേറെ ഒരുപാട് സ്ഥലങ്ങളില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? പിയാനോ ആ വലിയ ലൈറ്റിന്റെ താഴെ വെച്ചതും വിശാൽ സാറ് അത് വായിക്കുമ്പോ തന്നെ ആ ലൈറ്റ് പൊട്ടി വീണതും സ്വാഭാവികമായി സംഭവിച്ചതല്ല.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖി, നീ എന്തിനാ എന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ഞാനും അമ്മയൊക്കെ ഈ പറയുന്നത്. അപ്പൊ പിന്നെ ഞാനോ? ഞാൻ ഇവന്റെ അച്ഛന്റെ അപ്പച്ചിയ. എന്റെ കൊച്ചുമോനായി ഇവൻ. ഇവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ ഞാൻ നിലകൊള്ളുന്നത്. എന്റെ പൊന്നുമോൻ അമ്മ പറയുന്ന ഒന്ന് കേൾക്കണം. ആ നശിച്ച പെണ്ണിനെ ഒരു കാരണവശാലും എന്റെ മോനിനെ ഓർക്കരുത്. അവളെ അങ്ങ് മറന്നേക്കണം. എന്റെ മനസ്സിന്റെ കൺട്രോൾ അമ്മയുടെ കയ്യിലാണോ? അതിന്റെ റിമോട്ട് അമ്മയുടെ കൈവശിരിപ്പുണ്ടോ? മോനെ, ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം അപകടകാരികളുടെ കുടുംബത്തിൽ നിന്നാണ് അഖിൽ സാർ വിവാഹം ചെയ്തിരിക്കുന്നത്. വക്കീൽ സാറേ, കല്യാണ കമ്പോളത്തിൽ നിന്നും വിലപേശി വാങ്ങിയതല്ല ഞാൻ എന്റെ ഭാര്യയെ. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് സത്യം തന്നെയാ. അതിൽ എന്റെ ഭാര്യ പൂർണ്ണമായും തെറ്റുകാരിയാണോന്ന് വിധി എഴുതാറായിട്ടില്ല. ഞാൻ അതിന്റെ അന്വേഷണത്തിലാ. അത് കഴിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ചിന്തിക്കാം. അഖി, നിക്ക. നീ ഇതിൽ ഒപ്പിട്ട് തന്നിട്ട് ഇന്ന് ഓഫീസിൽ പോയാൽ മതി. അമ്മയ്ക്ക് നിർബന്ധമാണോ? നിർബന്ധമാണ്. അമ്മയെ കരയിപ്പിക്കാതെ അതിൽ ഒപ്പിട്ട് കൊടുക്കാക്കി. എന്റെ വിവാഹമോചനമാണ് എല്ലാവരുടെയും ലക്ഷ്യം. ശരി, അങ്ങനെ തന്നെ അനുസരിച്ചേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെ ഇവിടെ നിന്ന് അങ്ങ് നരകിക്കും. കുറെ കഴിയുമ്പോ അങ്ങ് നരയ്ക്കും. മൂത്ത് നരച്ചാലേ ഒരുത്തനും കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഞാൻ പറയാ, 4-5 കെട്ടിയവന്മാരെ ഇനിയും കെട്ടാൻ പരക്കം പാഞ്ഞ് നടക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കെട്ടിക്ക്, നിങ്ങളുടെ ഭാരം ഒഴിയട്ടെ. ജയന്തി, നിന്റെ നാവടക്ക്. ഞാനേ എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. ഞങ്ങളുടെ കുഞ്ഞെ ഞങ്ങൾക്കൊരു ഭാരമല്ല, ഞങ്ങളുടെ ജീവന്. നീ ഇവളെ അപമാനിക്കാനോ കരയിക്കാനോ ശ്രമിച്ച അവിടെ അച്ഛനും അമ്മയെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ക്ഷമിച്ചെന്ന് വരത്തില്ല.
നിന്നോട് സംസാരിക്കുന്നതിന് പരിധികളും പരിമിതികളും ഉള്ളതുകൊണ്ട് പലപ്പോഴും ക്ഷമിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ അരവിന്ദനോടുള്ള ദൗർബല്യം കൊണ്ടാണ്. അതെന്റെ മോള് മുതലെടുക്കരുത്, പറഞ്ഞേക്കാം. നീ എന്റെ കുഞ്ഞിനെ എത്ര മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ കുഞ്ഞിന്റെ ഹൃദയം മുറിയില്ല. കാരണം എന്റെ കുഞ്ഞിന്റെ ദൈവാധീനമുണ്ട്, മറക്കണ്ട. മോളെ, ഇവിടെ വന്നിരുന്ന് കരയാണോ? വാ, എഴുന്നേക്ക്, വന്ന് ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ. ദേ, അങ്ങനെ പറയരുത്. അന്നത്തെ നിന്ദിക്കരുത്. അത്താഴപ്പട്ടിന് കിടക്കാൻ പറ്റില്ല. വാ, വന്ന് കഞ്ഞി കുടിക്ക്. വാ. വേണ്ടമ്മേ, എനിക്ക് വേണ്ട. എനിക്ക് വിശപ്പില്ല. എന്താ മോളെ ഇത്? അച്ഛൻ അവിടെ ഇരിക്കുവോ? അച്ഛന് വല്ലാതെ വിഷമാവും. അച്ഛനും അമ്മയ്ക്കും വിഷമം വരാതിരിക്കണമെങ്കിൽ ഞാനൊരു വഴി പറയട്ടെ. ഞാനിനി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഭാരമാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. മോളെ, ദയവേത് എനിക്ക് വേറെ കല്യാണാലോചനകളൊന്നും നടത്തരുത്. അതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നതാ. മോളെ, എന്താ ഇത്? ഞങ്ങൾ ആരും നിന്നെ കല്യാണത്തിനൊന്നും നിർബന്ധിച്ചില്ലല്ലോ. ആ ജയന്തി പറയുന്നത് കേട്ട് മോളെ വിഷമിക്കല്ലേ. അവള് മോളെ മാത്രല്ലല്ലോ, എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യില്ലേ? അതങ്ങ് വിട്ടുകളാ. മോളുടെ ഇഷ്ടത്തിനെതിരായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നീ ഞങ്ങളുടെ പൊന്നു മോളാ. എന്റെ പൊന്നു മക്കളെ കരയല്ലേ. അച്ഛന്റെ അമ്മയുടെ ഹൃദയം തകർന്നു പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉറങ്ങി? ഞാൻ ഇവിടെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ അച്ഛമ്മ, എന്റെ അമ്മോ, ഒരു പ്രത്യേക ഐറ്റം തന്നെ. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ നമ്മുടെ ബെഡ്റൂമിൽ ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. തന്നെ എന്റെ കൈ കിട്ടിയിട്ട് ഇതുവരെ കൊതി തീരെ ഒന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല എന്നുള്ളതാ സത്യം. ഞാനിപ്പോ വന്നില്ലേ? ആ മക്കളെ, നീ പോയാ? അച്ഛമ്മ, എന്നാലും നീ നല്ല പണിയാ കാണിച്ചേ. എന്നെ അവിടെ കിടത്തിയിട്ട് മിണ്ടാതിങ്ങി പോന്നല്ലേ? അല്ല അച്ഛമ്മ, അച്ഛമ്മ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്നാ പിന്നെ ഉറങ്ങട്ടെ എന്ന് കരുതി. ഫസ്റ്റ് ഞാൻ ഉറങ്ങായിരുന്നു. ഞാൻ അവിടെ ചൂടെടുത്തിട്ട് പുകഞ്ഞ് ഭഗവാനെ എന്നെ ഒന്ന് ഉറക്കി തരണേന്ന് കണ്ണടച്ചോണ്ട് പ്രാർത്ഥിക്കായിരുന്നു. അതുമല്ല, നിങ്ങളുടെ ആ പഴഞ്ച സോഫയിൽ കിടന്നാ ഉറങ്ങാൻ പറ്റൂല. എനിക്ക് നടുവേദന കൂടി. അയ്യോ, ഇന്നത്തേക്ക് ഞാൻ ഇവിടെ ഈ കട്ടിലിൽ കിടക്കാൻ പോവാ. എനിക്ക് വയ്യ. ഇങ്ങോട്ടൊന്ന് മാറടാ. മനുഷ്യ സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ. അയ്യോ അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ മോളെ, വാ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അവൻ അവിടെ താഴെ എങ്ങനെ കിടക്കട്ടെ. ഓ, കൊച്ചു പയ്യൻ തന്നെയല്ലേ, അവന് തറയിൽ കിടന്നാലും ഉറങ്ങാൻ പറ്റും. പിന്നെ കിടന്നിട്ട് ലൈറ്റ് അണയ്ക്കണ്ട. എനിക്ക് നല്ല ഉറക്കബോധമാ.
ഒരു തുരുമ്പ് അനങ്ങിയ അപ്പ ഞാൻ അറിയും. പിന്നെ ഈ വെട്ടവും വെളിച്ചവും ഇല്ലെങ്കിലേ എനിക്കങ്ങ് പേടിയാടാ. ലൈറ്റ് അണയ്ക്കരുത്, അറിയാലോ? ആ വാ മോളിഞ്ഞു പാടി കിടക്ക. മക്കളെ ഇങ്ങോട്ട് തിരിഞ്ഞേ അച്ചമ്മയ്ക്കൊന്ന് മസാജ് ചെയ്ത. ശരി അച്ചമ്മ. ഓ, തീപ്പെട്ടിക്കൂട് പോലുള്ള വീട്ടിലെ നീ എങ്ങനെ ജീവിക്കുന്നു മോളെ? തീപ്പെട്ടിക്കൂടിനകത്ത് 10-100 തിരികൾ സുഖമായിട്ട് ഒരുമിച്ച് കഴിയാറുണ്ട്. ഓ, കൊറേ ഉപമകള് നീ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കൈ ഇഞ്ഞതാ ഇവിടെ വെച്ചോ, ഉറയിക്കോ. ഇത് കള്ളക്കൂർക്കം വലിയ എനിക്കറിയാം കേട്ടോ. ഏയ് കിടന്നുറങ്ങാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് എന്റെ ബർത്ത്ഡേ അല്ല. അപ്പൊ കേക്ക് ആയിട്ട് വന്ന ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? പിന്നെ ആരുടെ ബർത്ത്ഡേ? ഉത്തമന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ? എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. അതെ, നീ എന്റെ ബർത്ത്ഡേ കട്ട് ചെയ്യാനാണ് കേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ചോരപ്പുഴ കൂട്ടുന്നു. മാമാ ഉങ്ങളെ ബർത്ത്ഡേ അല്ലെന്ന്. മാമാവിടെ ബർത്ത്ഡേ ഡേറ്റ് അറിയാത്ത നീയാണോ വർഷങ്ങളായിട്ട് മാമാവെ കാതലിച്ചോണ്ട് നടക്കുന്നത്? മലയാള മാസപ്രകാരം ഇന്നാണ് ഉത്തമേട്ടന്റെ ബർത്ത്ഡേ. അല്ലെങ്കിൽ ഉത്തമേട്ടന്റെ അമ്മ പറയട്ടെ. ഉത്തമേട്ടനമ്മേ, 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 എന്താ ഇന്നല്ലേ ഉത്തമേട്ടന്റെ പിറന്നാള്? അല്ല. കണ്ടോ, മാമാവിടെ ബർത്ത്ഡേ ഇന്നല്ലേ? അതെ, മലയാള മാസപ്രകാരം ഒന്ന് നോക്കിയേ. മലയാള മാസം ഏതാ? സെപ്റ്റംബർ. സെപ്റ്റംബർ മലയാള മാസാണോ? കന്നി. കന്നി. അപ്പൊ നാള് പൂരാടം. അപ്പൊ ശരിയാ, കന്നിമാസത്തിലെ പൂരാടത്തിലായപ്പോ ജനിച്ചത് അല്ലേടാ മക്കളെ? അല്ല, അമ്മ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ട് ഈ ദിവസം ഞാൻ വഴിപാട് പൂജ ഒക്കെ കഴിക്കുന്ന. ഞാനങ്ങനെ ഇത് മറന്നു പോകും. മാമാ, നിജം മാമാ. എന്നിട്ട് ഏതൊക്കെ എന്നോട് ഇത് சொல்லலே? ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ തമിഴ്നാട്ടില് മലയാള മാസം ഇല്ലല്ലോ, അവിടെ തമിഴ് മാസം ഇല്ലേ ഉള്ളൂ. നീ അവളോട് തമിഴ് മാസത്തെ പറ്റി ചോദിച്ചേ, ഇതുപോലെ നിന്ന് ചമ്മി പുഴുക്കോളും. ഇല്ല ഇല്ല, പോയി നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ച്. അയ്യോ, അങ്ങനെ പറയില്ലേ. ഇതൊക്കെ തന്നെ നിങ്ങൾ ഇന്ന ഡേറ്റിൽ തന്നെ ഇങ്ങോട്ട് വന്നത്? അയ്യോ, അതൊന്നും അല്ല. അയ്യോ, മാമാ ഈ വെള്ളപൂത എന്നെ പറ്റിച്ചിരിക്ക്. വെറുതെ ബർത്ത്ഡേ ആയിട്ട് ഒത്തുവേണ്ട ചീത്ത പറയല്ലേ. വാ, നമുക്ക് കേക്ക് മുറിക്കാം. വാ ഒത്തുവേണ്ട, വാ. ഈ കേക്ക് ഇവിടുന്ന് മുറിച്ചാൽ ഞാൻ എടുത്ത് പൊട്ടിക്കളയും. കളയടി. നിർത്ത് മരതകം. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഷാഹിന ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. അക്ക മരതക, അത് വയ്യാത്തൊരു ചേച്ചിയല്ലേ, ബർത്ത്ഡേ അല്ലേ, ആ കേക്ക് അങ്ങ് മുറിച്ചിട്ട് അങ്ങ് പൊക്കോളും. വിട്ടുകള കേട്ടോ. ഇതന്നെയല്ലേ നീ നേരത്തെ പറഞ്ഞത്? ഞാൻ മാറ്റി പറയുന്നൊന്നും അല്ലല്ലോ, അതല്ലേ പറയാനുള്ളൂ. ആ പൊക്കോളും. എന്നാ കേക്ക് മുറിച്ചോ, പക്ഷെ എന്നെ കിട്ടൂല. അതിന് നിന്നെ ആരും ഇവിടെ വിളിച്ചില്ല. നമുക്ക് കേക്ക് മുറിക്കാം. കേട്ടാ അമ്മായി ചെല്ലേ. അമ്മേ, ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കി. ഹാപ്പി ബർത്ത്ഡേ മുറുക്കി. കേക്ക് കട്ട് ചെയ്തില്ലേ, പാട്ട് പാടാം കേട്ടോ. ഞാൻ പാടൂലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ.
പറഞ്ഞില്ലേ? കേക്ക് കട്ട് ചെയ്താൽ മാത്രം മതിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.